ഹലോ. കളം കാവൽ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രത്തിന്റെ പോസ്റ്റർ മമ്മൂട്ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതോടുകൂടി അതിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞതോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് ഈ കളം കാവൽ എന്നിപ്പോൾ പേരിട്ടിരിക്കുന്ന സിനിമ. വിനായകനും മമ്മൂട്ടിയാണ് പ്രധാന താരങ്ങളായിട്ട് അഭിനയിക്കുന്നത്. മമ്മൂട്ടി ഒരു വില്ലൻ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ പരിവേഷത്തിലാണ് എത്തുന്നതെന്നാണ് സൂചന. സിനിമ കണ്ടാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡബിങ് എല്ലാം നടക്കുന്നു എന്ന് അറിഞ്ഞു. എന്താണ് പേരെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് ആ പേര് റിവീൽ ചെയ്തിരിക്കുന്നത്. കളം കാവൽ എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. അത് ഇട്ടിരിക്കുന്ന രീതി തന്നെ നമുക്കറിയാം. നമ്മള് ഈ എന്താ പറയാ, ഈ വഴി കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള നമ്മുടെ ചില ഗെയിംസ് ഉണ്ടല്ലോ, അതേപോലെയുള്ള ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതിലിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തോന്നുന്നത് വളരെ മനോഹരമായിട്ട് ഷേവ് ഒക്കെ ചെയ്ത് മുടി ബാക്കിലോട്ട് ഈരി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു സുമുഖനായിട്ടൊരു വ്യക്തി. പക്ഷെ എന്തോ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അമർഷം ഉള്ള പോലെയുള്ള ഈ സിഗരറ്റ് എല്ലാം വളരെ അലസമായി കറക്റ്റായിട്ട് രീതിയിലല്ല കടിച്ചു പിടിച്ചിരിക്കുന്നത്. അങ്ങനെ കടിച്ച് അതൊന്നും ശ്രദ്ധിക്കാതെ ആ അമർഷം വേറൊരാളോട് തീർക്കുന്നതായിട്ട്, അയാളുടെ കാലാണ് കയ്യിലുള്ളത്, കാറിലേക്ക് ഇടുന്നതാണോ അതേ കാറിൽ നിന്നും വലിച്ച് പുറത്തിടുന്നതാണോ അല്ലെങ്കിൽ ഇനി കുന്നുകളഞ്ഞിട്ട് ഇടുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്തോ ഒരു വളരെ വൈരാഗ്യം അല്ലെങ്കിൽ വളരെ ഒരു ദേഷ്യം തോന്നുന്ന ഒരു രീതിയിൽ ആ ദേഷ്യം തീർക്കുന്ന അത്രയ്ക്ക് ക്രൂരത തന്നോട് ചെയ്തിട്ട് അതിനൊരു പ്രതികാരം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അപ്പിയറൻസ് ആണ് തോന്നിയത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു ക്രൂരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഒരു വ്യക്തി, സമൂഹത്തിലെ മാന്യത ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ കയ്യിലിരിപ്പ് ഒരു ക്രൂരതയാണ്. അത് പല റീസൺ കൊണ്ടാവാം. ഇപ്പൊ വിനായകനാണ് അതിൽ നായക വേഷത്തിലെത്തുന്നതെന്ന് പറഞ്ഞു. നായകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ്. മമ്മൂട്ടി പുതിയ പരീക്ഷണങ്ങളായിട്ടാണ് പുള്ളി വരുന്നത്. ഇപ്പൊ ഞാൻ തന്നെ നിർമ്മിക്കാം, എനിക്ക് പുതിയ പരീക്ഷണങ്ങളായിട്ട് വരുമ്പോൾ ബാക്കിയുള്ളവർ ഇപ്പൊ ലോസ് ആണെങ്കിൽ അത് ഞാൻ തന്നെ സഹിച്ചോളാം എന്നുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ചിത്രം തന്നെ ഡൊമിനിക്കാൻ ലേഡീസ് പേഴ്സ് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു. അത് കുറച്ചൊരു ലാഗ് ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ ക്യാരക്ടർ വളരെ മനോഹരമായിരുന്നു. ഒരു പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹിച്ചു, പക്ഷേ ചില അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ മറച്ചു വെച്ച് കയറി, പക്ഷെ പുറത്താക്കപ്പെടുന്നു. പക്ഷെ പല നിരീക്ഷണ പാഠവങ്ങളും ഒരു കേസ് അന്വേഷിക്കാനുള്ള ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നു. പക്ഷെ പ്രാരാബ്ദത്തും കൊണ്ട് പല വേറെ കാര്യങ്ങൾ ഡിറ്റക്റ്റീവ് ഏജൻസി ആണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു കേസ് ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിൽ അങ്ങനെ അതിപ്പോ ചുറ്റിത്തിരിഞ്ഞ് ഒരു കൊലപാതക കേസായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സസ്പെൻസ് ഉണ്ട്, അതിൽ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഒരു സിനിമ. അങ്ങനെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയായിരുന്നു അത്. അത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേറെ കാര്യം. ഈ സിനിമയും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും മമ്മൂട്ടിയുടെ ക്യാരക്ടറെ പറ്റി ഇപ്പൊ പുറത്തു വരുന്ന ന്യൂസുകളാണെങ്കിലും വളരെ പ്രതീക്ഷയുണർത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കണം ഈ സിനിമ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ മമ്മൂട്ടി ഒരു ആന്റി ഹീറോ കഥാപാത്രമായിരിക്കും ആദ്യം വരുന്നത്. അതിനുശേഷം പല കാരണങ്ങൾ അതിന്റെ ചിലപ്പോൾ റിവീൽ ചെയ്യായിരിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യം റിവീൽ ചെയ്യപ്പെടുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇനി കറക്റ്റ് ആയിട്ടൊരു വില്ലൻ വേഷത്തിൽ വരുമോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിൽ വിനായകൻ നായകനായി മമ്മൂട്ടി ഒരു റിയൽ വില്ലനായിട്ട് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തൊക്കെ പറഞ്ഞാലും വളരെ ഒരു ആകാംക്ഷ ഉണർത്തുന്ന ഒരു സിനിമ തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒന്നുകൂടി നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയാസിലേക്ക് ഒരു വൈറലാവാനും അത് ആളിക്കത്തിക്കാനും പറ്റുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിന്റെ ടീസറും എല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമന്റ് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.